കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ 2016 പുറത്തിറങ്ങിയ ദ ഫിഫ്ത് വേവ് എന്ന സയന്റിഫിക് സിനിമയാണ്. ഭൂമിയുടെ അവസാനം, ഇതാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ സിനിമയിൽ ഭൂമി അവസാനിക്കുന്നത് പ്രകൃതി ദുരന്തം കൊണ്ടോ അല്ലെങ്കിൽ സോംബി പോലുള്ള വൈറസ് അറ്റാക്ക് കൊണ്ടോ അല്ല. അന്യഗ്രഹ ജീവികളുടെ ആക്രമണം കൊണ്ടാണ് ഭൂമിയുടെ അവസാനം. പ്രത്യേകതരം ആക്രമണത്തിലൂടെയാണ് ഏലിയൻസ് ഭൂമിയെ തകർക്കുന്നത്. അതിനായി ഓരോ തരത്തിലുള്ള വേവ്സ് അവർ ഭൂമിയിലേക്ക് അയക്കുന്നു. ആ വേവിന്റെ ഫലമായി ഒരുപാട് പേർ മരിച്ചു വീഴുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വേവ്സ് എന്നും അഞ്ചാമത്തെ വേവ്സിന്റെ പ്രത്യേകത എന്താണെന്നും ഇതിൽ നിന്നുമൊക്കെ മനുഷ്യർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുമാണ് ഈ സിനിമ. അതുകൂടാതെ ഭൂമിയെ തകർക്കാനുള്ള ഈ ഏലിയൻസിന്റെ മോട്ടീവ് എന്താണ്, ഇതൊക്കെയാണ് ഈ സിനിമയിൽ ഒടുനീളമുള്ളത്. ഈ സിനിമ അമേരിക്കൻ സയന്റിഫിക് നോവലിനെ ആസ്പദമാക്കിയെടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി കാടിന്റെ നടുവിലൂടെ ഒരു തോക്കു പിടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടി വരുന്നതായി കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ സിനിമയിലെ നായിക. അവളുടെ പേരാണ് കേസി. അങ്ങനെ അവൾ ഓടി ഒരു റോഡരികിലെത്തുന്നു. അപ്പോൾ അവളുടെ തൊട്ടു മുന്നിലായി ഒരു ഗ്യാസ് സ്റ്റേഷൻ അവൾ കാണുന്നു. അവൾ ആ ഗ്യാസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെയൊക്കെ പരിശോധിക്കുന്നു. അതിനുശേഷം അവൾക്ക് ആവശ്യമായ സാധനങ്ങൾ അവൾ അവിടെ നിന്നും എടുക്കുന്നു. അപ്പോഴാണ് അവൾ ഒരു ഒച്ച കേട്ടത്, എന്നെ രക്ഷിക്കൂ എന്ന ഒച്ച. അപ്പോൾ തന്നെ അവൾ ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് ആ ഒച്ച കേട്ട സ്ഥലത്തേക്ക് നീങ്ങുന്നു. അവൾ ഒരു ഡോർ തുറന്നു നോക്കിയപ്പോൾ പരിക്കു പറ്റിയ ഒരാൾ ഗൺ എയിം ചെയ്തിരിക്കുന്നു. അയാൾക്ക് നല്ല പരിക്കുണ്ട്. അതുപോലെ തന്നെ നല്ല പോലെ ഭയന്നാണ് അയാൾ ഇരിക്കുന്നത്. നായികയും ആ പരിക്കു പറ്റിയ ആളും പരസ്പരം ഗണ്ണു ചൂണ്ടി നിൽക്കുന്നു. രണ്ടുപേർക്കും നല്ല പേടിയുണ്ട്. ആ പരിക്കു പറ്റിയ മനുഷ്യൻ കയ്യിലെന്തോ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. അയാൾ അത് മെല്ലെ പുറത്തേക്കെടുക്കുന്നു. അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ കേസിക്ക് ആകെ ഭയം തോന്നി. അയാൾക്കു നേരെ വെടിയുതിർക്കുന്നു. അയാൾ അപ്പോൾ തന്നെ മരണത്തിന് കീഴടങ്ങുന്നു. അയാളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് കേസി പരിശോധിക്കുന്നു. അതൊരു കുരിശായിരുന്നു. ഒരു പാവ മനുഷ്യനെയാണ് നമ്മുടെ നായിക വെടിവെച്ച് കൊന്നത്. താൻ ഒരു പാവപ്പെട്ടവനെ കൊന്നുകളഞ്ഞു എന്നോർത്ത് അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയിരുന്നില്ല. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. ഇവിടെ ഭൂമിയിൽ എന്താണ് സംഭവിച്ചത് എന്നും നമ്മുടെ നായിക എന്തിനാണ് ആ പാവപ്പെട്ടവനെ വെടിവെച്ചു കൊന്നു എന്നതിനുള്ള കാരണം. നമ്മുടെ നായിക അവൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവൾ അവളുടെ കൂട്ടുകാരിയുടെ പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായിക അവളുടെ കൂട്ടുകാരിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ ബെൻ എന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നായിക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ നിൽക്കുന്നു ബെൻ. അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാം സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മൊബൈലിലേക്ക് ഒരു ന്യൂസ് വരികയാണ്. പക്ഷെ ആരുടെ ഫോണിലും ആ ന്യൂസ് വ്യക്തമാകുന്നില്ല. ബ്ലറായിട്ടാണ് ആ ന്യൂസ് എല്ലാവരുടെ ഫോണിൽ കാണുന്നത്. അങ്ങനെ നായിക വീട്ടിലെത്തുന്നു. വീട്ടിലെ ടിവിയിലും ഈ ന്യൂസ് തന്നെയാണ്. ആ ന്യൂസ് എന്തെന്നാൽ നാസ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്തോ ഒരു മിസ്റ്റീരിയസ് ആയ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, ഒരു സ്പേസ്ഷിപ്പ് പോലെയുള്ള ഒരു വസ്തു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ ഭൂമിയിലുള്ളവർക്ക് സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് വാർത്ത. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നായികയുടെ അനുജന് പുറത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് എന്ന് അറിയുവാൻ അവൻ പുറത്തേക്ക് വരുന്നു. കൂടെ നായികയും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അവർ പുറത്തേക്ക് വന്ന് നോക്കുന്നു. എന്നാൽ ആ കാഴ്ച കണ്ട് അവരാകെ അന്തം വിട്ട് ആകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. കാരണം ഈ പറഞ്ഞ സ്പേസ്ഷിപ്പ് അവരുടെ സിറ്റിയുടെ മുകളിലായിട്ടാണ് ഉള്ളത്. അസാമാന്യം വലിപ്പമുള്ള ഒരു വലിയ സ്പേസ്ഷിപ്പ്. ഇത് കണ്ടതും നായികയുടെ അയൽവക്കത്തുള്ള ചിലർ അവരുടെ വീട് വിട്ടു പോകുന്നു. എന്നാൽ നായികയും കുടുംബവും അവിടെ തന്നെ നിൽക്കുന്നു. അവർ എങ്ങോട്ടേക്കും പോകുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ആ സ്പേസ്ഷിപ്പ് അതിന്റെ പണി തുടങ്ങുന്നു. അത് എന്തെന്ന് വെച്ചാൽ ഈ ഭൂമിയെ തകർക്കാൻ ഓരോ വേവ്സ് അവർ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ വേവ്സ് ആണ് അവർ അയക്കുന്നത്. സോ എന്താണ് ഫസ്റ്റ് വേവ് എന്ന് ചോദിച്ചാൽ ഡാർക്ക്നെസ് ആണ്. അതായത് സ്പേസ്ഷിപ്പിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയിലെ എല്ലാ ഇലക്ട്രിസിറ്റിയും ഷട്ട് ഡൗൺ ചെയ്യുക. കറണ്ട് മാത്രമല്ല, കാറുകളിലും മറ്റും ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ബാറ്ററികളെയും ഇത് ബാധിക്കുന്നു. അങ്ങനെ മൊത്തത്തിലുള്ള ഇലക്ട്രിസിറ്റി പോകുന്നു. കാറിലെ ബാറ്ററികൾ പോയതുകൊണ്ട് തന്നെ കാറുകൾ ഒരുപാട് ആക്സിഡന്റ് ആവുന്നു. അതുകൂടാതെ എയറോപ്ലെയിനുകളൊക്കെ തകർന്നു വീഴുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പവർ സപ്ലൈ ഈ ഫസ്റ്റ് വേവിൽ ഇല്ലാതാകുന്നു. ഇത്രയും ആയപ്പോൾ നായികയും കുടുംബവും അവിടെ വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. ഈ പ്രശ്നം ഈ ഒരു നഗരത്തെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം ഭൂമിയെ മൊത്തം ബാധിച്ചൊരു പ്രശ്നമായിരുന്നു. കറണ്ട് ഇല്ലാതെ കുറച്ചു ദിവസം കൂടി കഴിയുന്നു. അങ്ങനെ എല്ലാം സ്മൂത്തായി പോകുന്നു. ഇപ്പോൾ നായികയും കുടുംബവും ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് താമസിക്കുന്നത്. അങ്ങനെ നായികയും അനുജനും വെള്ളം എടുക്കാനായി ഒരു നദിക്കരയിലേക്ക് വന്നിരിക്കുന്നു. വെള്ളമെടുത്ത് തിരിച്ചു പോകുമ്പോൾ രണ്ടാമത്തെ വേവ്സ് ആ സ്പേസ്ഷിപ്പ് പുറത്തുവിടുന്നു. ആ വേവ്സ് എന്തെന്നാൽ ഡിസ്ട്രക്ഷൻ ആയിരുന്നു. ഭൂചലനവും വലിയ തിരമാലകൾ കൊണ്ട് ഭൂമിയെ തകർക്കാനായിരുന്നു ആ വേവ്സ്. അങ്ങനെ മരങ്ങളൊക്കെ തകർന്നു വീഴുന്നു. അതിനിടയിലൂടെ നായികയും അനുജനും ഓടുന്നു. അപ്പോഴേക്കും ദൂരെ നിന്നും വെള്ളം കുത്തിയൊലിച്ച് ഒഴുകി വരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നായികയും അനുജനും മരത്തിൽ കയറി രക്ഷപ്പെടുന്നു. എന്നാൽ സിറ്റിയിലെ
അവസ്ഥ എന്തായിരുന്നുവെന്നാൽ കടലിൽ നിന്നും ഭീമാകാരമായ തിരകൾ വന്ന് ആ നഗരങ്ങളെ മുഴുവനും നശിപ്പിക്കുന്നു. ബിൽഡിങ്ങുകൾ മാത്രമല്ല, ആ വേവിൽ കുറെ മനുഷ്യജീവനുകളും മരിച്ചു വീഴുന്നു. ഭൂമി അങ്ങനെ താറുമാറാകുന്നു. ഈ സമയം ആ സ്പേസ്ഷിപ്പിൽ നിന്നും മൂന്നാമത്തെ വേവ്സ് പുറത്തുവിടുന്നു. ഈ മൂന്നാമത്തെ വേവ്സ് അത് എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ആണ്. ഒരു പ്രത്യേകതരം വൈറസ് ഈ സ്പേസ്ഷിപ്പ് പുറത്തുവിടുന്നു. ആ വൈറസ് അറ്റാക്ക് കൊണ്ട് ഒരുപാട് പേർ മരിച്ചു വീഴുന്നു. ഒരു വൈറസ് സ്പ്രെഡ് ആയാൽ അതിന്റെ തീവ്രത എന്താണെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം കോവിഡ് കാലത്ത് നാം അത് കണ്ടതാണ്. ഈ മൂന്നാമത്തെ വേവിലെ വൈറസ് പടരാൻ കാരണം പക്ഷികളാണ്. ആ സ്പേസ്ഷിപ്പിലുള്ളവർ പക്ഷികളെയാണ് ഈ മൂന്നാമത്തെ വൈറസ് പടർത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ഈ വൈറസ് അറ്റാക്കിൽ നായികയുടെ അമ്മ മരിക്കുന്നുണ്ട്. കാരണം അവർ ഒരു ഡോക്ടർ ആയിരുന്നു. ഇൻഫെക്ഷൻ ആയവരെ ട്രീറ്റ് ചെയ്യുന്നതിനിടയിൽ അവർക്കും വൈറസ് ബാധയേറ്റ് അവർ മരണത്തിന് കീഴടങ്ങുന്നു. ഈ വൈറസിനെതിരെ മരുന്നുകളോ മറ്റോ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണസംഖ്യ വളരെയധികം കൂടുകയാണ്. ഓരോ ആൾക്കാരുടെ ഡെഡ് ബോഡി ഓരോ ഡിസ്പോസിബിൾ ബാഗിലാക്കി ഒരേ സ്ഥലത്ത് കുമിഞ്ഞുകൂട്ടി ഇട്ടിരിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ വൈറസ് അറ്റാക്കിൽ നിന്നും സർവൈവ് ചെയ്ത ജനങ്ങളൊക്കെ ഇപ്പോൾ കാടിന്റെ നടുവിൽ ഒരുമിച്ച് ഒരു ടെന്റൊക്കെ സെറ്റ് ചെയ്ത് അവിടെയാണ് ജീവിക്കുന്നത്. ഒരു ചെറിയ ഗ്രാമം പോലെ. അങ്ങനെ അവർ അവിടെ ജീവിക്കുന്നു. കുറച്ചു ദിവസം കാര്യങ്ങളൊക്കെ സമാധാനപരമായി പോകുന്നു. എന്നാൽ സ്പേസ്ഷിപ്പ് ഇതിനിടയിൽ നാലാമത്തെ വേവ്സും പുറത്തുവിടുന്നു. അത് എന്തെന്നാൽ അതേഴ്സ് ആയിരുന്നു. അന്യഗ്രഹ ജീവികൾ തന്നെയായിരുന്നു അത്. അവർ മനുഷ്യർക്കിടയിൽ ഇറങ്ങി മനുഷ്യരെ പോലെ ജീവിച്ച് മനുഷ്യരെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നു. അതായിരുന്നു ഫോർത്ത് വേവ്. അങ്ങനെയിരിക്കെ നമ്മുടെ നായികയുടെ കയ്യിൽ അവളുടെ അച്ഛൻ ഒരു ഗണ്ണ് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിൽ സൂക്ഷിക്കണം, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ നീ ഇത് ഉപയോഗിക്കണം എന്നൊക്കെ അദ്ദേഹം നായികയെ ഉപദേശിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് വഷളാണ് ഇപ്പോൾ ഭൂമിയിലെ അവസ്ഥ. അങ്ങനെ ഒരു ദിവസം ഇവരുടെ ക്യാമ്പിലേക്ക് മിലിറ്ററി ഓഫീസേഴ്സ് ഒരു വാഹന വ്യൂഹത്തോടെ കടന്നു വരുന്നു. അതിൽ ഒരു ഓഫീസർ പുറത്തു വന്ന് പറയുന്നു, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനാണ് വന്നത് എന്നും നിങ്ങൾ മാത്രമല്ല സർവൈവ് ചെയ്തിട്ടുള്ള എല്ലാവരെയും നമുക്ക് രക്ഷിക്കണം എന്നൊക്കെ ആ മിലിറ്ററി ഓഫീസർ പറയുന്നു. ഇതും കേട്ടത് ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. തങ്ങളെ രക്ഷിക്കാൻ പട്ടാളം എത്തിയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അവർ ഈ പട്ടാളക്കാരെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ പട്ടാളക്കാർ ആദ്യം നമുക്ക് ചെറിയ കുട്ടികളെ സേഫായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം, അത് കഴിഞ്ഞ് മുതിർന്നവരെ അങ്ങോട്ടേക്ക് എത്തിക്കാം എന്ന നിർദ്ദേശം നൽകുന്നു. അങ്ങനെ കുട്ടികളെയെല്ലാം ഒരു വണ്ടിയിൽ കയറ്റുന്നു. നായികയും നായികയുടെ അനുജനും ആ വണ്ടിയിൽ കയറി. അപ്പോഴാണ് നായികയുടെ അനുജന് തന്റെ പാവക്കുട്ടിയെ ഓർമ്മ വന്നത്. അവനത് വേണമെന്ന് വാശി പിടിക്കുന്നു. അതെടുക്കാൻ വേണ്ടി അവൻ പോകാൻ നേരം ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നായിക വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇവർ താമസിക്കുന്ന ക്യാമ്പിലേക്ക് തിരിച്ചോടുന്നു. അങ്ങനെ അവൾ ആ പാവയും എടുത്ത് തിരിച്ച് ബസിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും ബസ് വിട്ടിരുന്നു. നായിക ബസിന്റെ പിറകെ ഒരുപാട് ദൂരം ഓടുന്നുണ്ടെങ്കിലും അവൾക്ക് ബസ്സിനകത്ത് കയറാൻ സാധിക്കുന്നില്ല. അടുത്ത ട്രിപ്പിൽ പോവാമെന്ന് കരുതി അവൾ തിരിച്ച് ക്യാമ്പിലേക്ക് വരുന്നു. അപ്പോൾ ക്യാമ്പിനകത്ത് ബാക്കിയുണ്ടായിരുന്ന മുതിർന്നവരെ ഒരു ഹാളിലിരുത്തി പട്ടാളക്കാർ സംസാരിക്കുകയാണ്. ആ ഏലിയൻസ് ഫോർത്ത് വേവ് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ അതേഴ്സ് എന്ന വേവ്സ് ആണ് അത്. അതായത് ഏലിയൻസ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അവർ മനുഷ്യന്റെ രൂപത്തിലായിരിക്കും. ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ മനുഷ്യരുടെ രൂപത്തിലുള്ള ഏലിയൻസ് കുട്ടികളുടെ രൂപത്തിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ മുതിർന്നവരുടെ രൂപത്തിൽ വന്നാൽ നമുക്കൊരിക്കലും അവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ പരിശോധിക്കണമെന്ന് പട്ടാളക്കാർ പറയുന്നു. ഇതും കേട്ടത് അവിടെ കൂടി നിന്നവർ പട്ടാളക്കാരോട് ദേഷ്യപ്പെടുന്നു. ഇതിനായിരുന്നോ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളിൽ നിന്നും വേർപെടുത്തിയത്, അവരെ മാറ്റി പാർപ്പിച്ചത് എന്നൊക്കെ അവർ പട്ടാളക്കാർക്ക് നേരെ ബഹളമുണ്ടാക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിലെ ഒരാൾ പട്ടാളക്കാർക്ക് നേരെ തോക്കു ചൂണ്ടുന്നു. ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി പട്ടാളക്കാർ ഈ പാരന്റ്സിന് നേരെ തുരുതുര വെടിയുതിർക്കുന്നു. നമ്മുടെ നായിക ഇതൊക്കെ കണ്ട് തരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ അവളെ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ അവളോട് പറയുന്നു, നീ നിന്റെ അനുജനെ കണ്ടുപിടിക്ക്, അവനെ രക്ഷിക്ക്, വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്നൊക്കെ അയാൾ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ട് അവൾ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവരെ എല്ലാവരെയും കൊന്നതിന് ശേഷം ആ പട്ടാളക്കാർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പട്ടാളക്കാർ പോയതിന് ശേഷം നായിക മെല്ലെ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് അവൾ തന്റെ അച്ഛന് ജീവനുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചിരുന്നു. ഇനി തനിക്ക് സ്വന്തമെന്ന് പറയാൻ അനുജൻ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ കൊടുത്താണെങ്കിലും എനിക്ക് അവനെ രക്ഷിക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അവൾ അവിടെ നിന്നും ഒരു ഗണ്ണെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങിയ വഴിക്കാണ് അവൾ ആ ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയതും അവിടെ വെച്ച് ഒരാളെ വെടിവെച്ച് കൊന്നതും. അതേഴ്സായ ഏലിയൻസ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അവൾ അയാളെ വെടിവെച്ച് കൊന്നത്. ആരെ വിശ്വസിക്കണം എന്ന് അവൾക്ക് അറിഞ്ഞിരുന്നില്ല. ആ ഒരു വെളിച്ചം കണ്ടപ്പോൾ അവൾ അറിയാതെ വെടിവെച്ച് പോയതാണ്. കാരണം മുന്നിലുണ്ടായത് ഏലിയൻസ് ആണോ അതോ മനുഷ്യനാണോ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ ക്യാമ്പിൽ നിന്നും കൊണ്ടുവന്ന കുട്ടികളെ ഒരു പ്രത്യേകതരം സെന്ററിലാണ് അവർ എത്തിക്കുന്നത്. അവിടെ എത്തിയ കുട്ടികൾക്ക് ഓരോ ടോക്കൺ നൽകി അകത്തേക്ക് കടത്തിവിടുന്നു. എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കുട്ടികൾക്കെല്ലാം ടോക്കൺ പ്രകാരം പരിശോധനകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളും ഞങ്ങളും ചേർന്നാണ് ഈ ഏലിയൻസിനെ നേരിടാൻ പോകുന്നത്. നിങ്ങളാണ് ഞങ്ങളുടെ ആർമി, നിങ്ങളാണ് ഈ ഭൂമിയെ രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നുണ്ട്. നമ്മുടെ നായകനും ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന കുട്ടികളുടെ കഴുത്തിന് പുറത്ത് ട്രാക്കിംഗ് ഡിവൈസ് പോലെയുള്ള ഒരു വസ്തു ഇഞ്ചക്ട് ചെയ്യുന്നു. അതുകൂടാതെ ഈ കുട്ടികൾക്കെല്ലാം എന്തൊക്കെയോ മെന്റൽ ട്രെയിനിങ് അവർ നൽകുന്നു. അടുത്ത സീനിൽ നായികയാണ് കാണിക്കുന്നത്. അവൾ തന്റെ അനിയനെ കണ്ടെത്താൻ മിലിറ്ററിക്കാരുടെ സെന്റർ അന്വേഷിച്ച് നടക്കുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് അവർക്ക് വെടിയേൽക്കുന്നു. എന്നാൽ അവൾ അവിടെ നിന്ന് മാറി ഒളിക്കുന്നുണ്ടെങ്കിലും രക്തം ഒരുപാട് പോയതുകൊണ്ട് അവളുടെ ബോധം പോകുന്നു. ഇപ്പോൾ നായിക കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ഒരു വീടിനകത്താണ്. മുന്നിൽ ഒരു വ്യക്തി നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഇവാൻ. ഇദ്ദേഹമാണ് നായികയെ രക്ഷിച്ചു കൊണ്ടുവന്ന്
ട്രീറ്റ്മെന്റ് ഒക്കെ നൽകിയത്. എന്നാൽ നായിക സ്വയം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് നായികയുടെ പേരും മറ്റു വിവരങ്ങളും അറിയാമായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നായികയുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സണൽ ഡയറി ഇയാൾക്ക് കിട്ടിയിരുന്നു. അതിൽ നിന്നാണ് നായികയുടെ ഡീറ്റെയിൽസ് അയാൾക്ക് കിട്ടിയത്. എന്നാൽ കണ്ണു തുറന്ന നായിക ആദ്യം ചോദിച്ചത് തന്റെ ഗൺ എവിടെയെന്നാണ്. ഗണ്ണോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ നീ ബോധം കെട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഞാൻ നിന്നെ എടുത്തുകൊണ്ടുവന്നു, ഇവിടെ കിടത്തി നിനക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകി. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി ഇവാൻ, നിനക്ക് ആർമി സെന്ററിലേക്കുള്ള വഴി അറിയുമോ? എന്റെ അനുജൻ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ രക്ഷിക്കണം എന്ന് ഇവാനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. എന്നാൽ തനിക്ക് ഈ ആർമി സെന്റർ ഒന്നും അറിയില്ല, സോറി എന്ന് ഇവാൻ മറുപടി നൽകുന്നു. അതിനുശേഷം ഇവാൻ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം ആർമി ബേസ് ക്യാമ്പിൽ അവിടെ നമ്മുടെ നായകൻ ഉൾപ്പെടെയുള്ള കുട്ടികളെ ഓരോ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു. നമ്മുടെ നായികയുടെ അനുജൻ നായകന്റെ ഗ്രൂപ്പിലാണ് എത്തുന്നത്. അങ്ങനെ ഈ കുട്ടികൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ലേഡി ഓഫീസർ കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഇവൾ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് അവരുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ പെൺകുട്ടിയെ ചേർക്കുന്നു. അവളെ കാണാൻ ഒരിത്തിരി റഫ് ലുക്കാണ്. അവൾ ബേസിക്കലി ഒരു ഷൂട്ടറാണ്. അങ്ങനെ അവൾ നായകന്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ നായിക ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവാൻ എന്തൊക്കെയോ ജോലി ചെയ്യുന്നു. അവിടെ കിടന്ന് ബോറടിച്ച അവൾ ആ വീടൊക്കെ ചുറ്റി കാണുകയാണ്. അങ്ങനെ ചുറ്റി കാണുന്നതിനിടയിൽ ഒരു റൂമിന്റെ ബേസ്മെന്റിൽ നിന്നും അവൾക്ക് അവളുടെ ഗണ്ണ് കിട്ടുന്നു. ഈ ഗണ്ണല്ലേ ഇവാൻ അറിയില്ല എന്ന് പറഞ്ഞത്? അവൻ തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നായികയ്ക്ക് തോന്നുന്നു. ഇതൊക്കെ കണ്ട് നായികയ്ക്ക് ഇവാനുമേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അവൾ പെട്ടെന്ന് ആ വീട് വിട്ട് പുറത്തേക്കിറങ്ങി ഓടുന്നു. എന്നാൽ കാലിന് നല്ല പരിക്കുള്ളത് കൊണ്ട് നായികയ്ക്ക് സ്പീഡിൽ ഓടാൻ സാധിക്കുന്നില്ല. നായിക വീട് വിട്ട് ഇറങ്ങിയത് കണ്ട ഇവാൻ അവളുടെ പിറകെ തന്നെ ഓടുന്നു. അങ്ങനെ നായിക ഓടി ഒരു കാടിനുള്ളിൽ എത്തിയിരിക്കുന്നു. അവിടെ കുറെ പേർ ഗൺ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവാൻ പിറകിൽ ചെന്ന് നായികയുടെ വാ പൊത്തിപ്പിടിക്കുന്നു. സംസാരിക്കരുത് എന്ന് അവളോട് ആംഗ്യം കാണിക്കുന്നു. അതിനുശേഷം അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതിനിടയിൽ ഇവാൻ ഞാൻ നിന്നെ കൊല്ലാൻ വന്നതല്ല, രക്ഷപ്പെടുത്താനാണ് വന്നത് എന്ന് നായികയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. വീട്ടിൽ എത്തിയതിനു ശേഷം നായിക പിന്നെ നീ എന്തിനാണ് എന്റെ ഗൺ ഒളിപ്പിച്ചു വെച്ച് എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ഇവാനോട് ചോദിക്കുന്നു. അപ്പോൾ ഇവാൻ നീ ഒരു ഏലിയൻ ആണെങ്കിലോ നീ എന്നെ കൊന്നാലോ എന്ന് കരുതിയാണ് ഞാൻ ആ ഗണ്ണ് മാറ്റിവെച്ചത്, അല്ലാതെ വേറെ ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല. നിനക്കിപ്പോൾ ആർമി ബേസ് ക്യാമ്പിലേക്കല്ലേ പോകേണ്ടത്, അവിടത്തേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് ഇവാൻ പറയുന്നു. ഇതേ സമയം ആർമി ബേസ് ക്യാമ്പിൽ നമ്മുടെ നായകന്റെ ടീമിന് ഒരു പുതിയ മിഷൻ ആർമി ഹെഡ് അസൈൻ ചെയ്തു കൊടുക്കുന്നു. ആ മിഷൻ പോകുന്നതിന് മുമ്പ് അവർക്ക് ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. അതിലൊരു പ്രത്യേകതരം ലെൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഏലിയൻസ് ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും മനസ്സിലാകും. ഏലിയൻസിന്റെ തല പച്ച നിറത്തിൽ ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏലിയൻസിനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഹെൽമെറ്റ് നിന്റെ ടീമിലെ എല്ലാവർക്കും നൽകണം. അതിനുശേഷം നിങ്ങൾ മിഷന് തയ്യാറാവണമെന്ന് ആ ഓഫീസർ നായകനോട് പറയുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ആർമി ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി പോകുന്ന നായികയാണ്. ഇവാനും കൂടെയുണ്ട്. അവരുടെ കയ്യിൽ ഗണ്ണൊക്കെയുണ്ട്. കുറെ ദൂരം അവർ സഞ്ചരിക്കുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ അവർ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരിക്കുന്നു. അപ്പോൾ രണ്ട് അതേഴ്സായ ഏലിയൻസ് വന്ന് അവരെ ആക്രമിക്കുന്നു. ഈ ഏലിയൻസിനെ കാണാൻ മനുഷ്യരെ പോലെ തന്നെയുണ്ട്. ഏലിയനും ഇവാനും തമ്മിൽ ഭയങ്കര പോരാട്ടം നടക്കുന്നു. എന്നാൽ ഇവാൻ പുഷ്പം പോലെ ഈ രണ്ട് ഏലിയൻസിനെയും തല്ലി തോൽപ്പിക്കുന്നു. ഈ ഫൈറ്റ് കണ്ട് നായികയ്ക്ക് ചില സംശയങ്ങൾ ഉടലെടുക്കുന്നു. കാരണം ഒരു മനുഷ്യനെ കൊണ്ട് രണ്ട് ഏലിയൻസിനെ തല്ലി തോൽപ്പിക്കാൻ സാധിക്കുമോ? നായിക ഒരു കാര്യം ഉറപ്പിക്കുന്നു, ഇവാൻ മനുഷ്യനല്ല, ഇവാൻ ഒരു ഏലിയൻ ആണെന്ന സത്യം നായിക തിരിച്ചറിയുന്നു. അവൾ ഇവാന്റെ നേരെ ഗൺ ചൂണ്ടി ചോദിക്കുന്നു, സത്യം പറ, നീ ഒരു ഏലിയൻ അല്ലേ? നീ എന്തിനാണ് എന്നെ ചതിച്ചത് എന്നൊക്കെ. അപ്പോഴാണ് ഇവാൻ സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത്. താനും ബാക്കിയുള്ള ഏലിയൻസിനെ പോലെ ഏലിയൻസ് ആയിരുന്നു. ഞാനും ബാക്കിയുള്ള ഏലിയൻസിനെ പോലെ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നു തൊട്ടാണ് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത്, അന്നു മുതൽ ഞാൻ മാറാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ഇവാൻ പറയുന്നു. എന്നാൽ ഇവാന്റെ സത്യം പറിച്ചൽ നായിക വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കാരണം അവൻ ഒരുപാട് കള്ളങ്ങൾ നായികയോട് പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് നായിക അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം നായകൻ ഉൾപ്പെട്ട കുട്ടികളുടെ ആർമി ടീം ഏലിയൻസിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ തുടങ്ങിയിരുന്നു. ആർമി ചീഫ് പറഞ്ഞതുപോലെ തന്നെ ലെൻസിലൂടെ നോക്കുമ്പോൾ ഏലിയൻസിന്റെ തല പച്ച നിറത്തിലാണ് കാണുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക് അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വളരെയധികം എളുപ്പമായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നായകന്റെ ടീം. പക്ഷേ ആ ടീമിലെ ഒരു പയ്യൻ കൊല്ലപ്പെടുന്നു. അതിൽ ദേഷ്യം വന്ന ആ റഫ് ലുക്കുള്ള ഷൂട്ടർ പെണ്ണ് ഏലിയൻസ് ഉണ്ടായിരുന്ന ബസ്സിന് നേരെ ഷൂട്ട് ചെയ്ത് ആ ബസ് പൊട്ടിത്തെറിപ്പിച്ച് കുറേ ഏലിയൻസിനെ കൊന്നുകളയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ കഴുത്തിലെ ട്രാക്കർ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അവളുടെ തല ഗ്രീൻ കളറായി കാണുന്നു. അപ്പോൾ തന്നെ അവരെല്ലാവരും അവൾ ഏലിയനാണെന്ന് കരുതി കൊല്ലാനായി ഗൺ എയിം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ നായകന് സംഗതി എന്താണെന്ന് മനസ്സിലായി. സംഭവം എന്തെന്നാൽ ഈ ട്രാക്കർ ഇല്ലാത്തവരുടെ തല ഈ ലെൻസിലൂടെ നോക്കിയാൽ ഗ്രീൻ കളറായി കാണും എന്ന് പറഞ്ഞ് അവൻ അവന്റെ കഴുത്തിലെ ട്രാക്കർ റിമൂവ് ചെയ്യുന്നു. സത്യത്തിൽ ഇപ്പോൾ നമ്മളാണ് പെട്ടിരിക്കുന്നത്. നമ്മളെ നിയന്ത്രിക്കുന്ന ആർമി ഇപ്പോൾ ഏലിയൻസിന്റെ കയ്യിലാണ്. അവരാണ് ആർമിയെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മൾ കൊല്ലുന്നത് ഏലിയൻസിനെ അല്ല, മനുഷ്യരെയാണ്. നമ്മളെ ഉപയോഗിച്ച് മനുഷ്യരെ ഇല്ലാതാക്കാനാണ് ഏലിയൻസിന്റെ പദ്ധതി എന്ന് നായകന് മനസ്സിലാകുന്നു. ഇതിനിടയിൽ ഏലിയൻസ് 5th വേവ് ലോഞ്ച് ചെയ്തു എന്നും, അതായത് നമ്മളെ കൊണ്ടാണ് അവർ 5th വേവ് ലോഞ്ച് ചെയ്തത്, മനുഷ്യർക്കൊപ്പം ഏലിയൻസിനെ മെർജ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയും ഹീറോ മനസ്സിലാക്കുന്നു. താൻ മനസ്സിലാക്കിയ കാര്യം തന്റെ ടീമുമായി ഹീറോ പങ്കുവയ്ക്കുന്നു. ഒരിക്കലും
ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല എന്നും നമുക്കിത് തടയണമെന്നും അവരോട് ഹീറോ പറയുന്നു. അതിനായി ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയി നിങ്ങൾ എല്ലാവരും മരിച്ചു എന്ന് പറയാം എന്ന് ഹീറോ പറയുന്നു. ഹീറോ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം നായികയുടെ അനുജൻ ഹീറോയുടെ ടീമിലായിരുന്നുവല്ലോ. അവൻ കുട്ടിയായതുകൊണ്ട് ഇപ്പോൾ തന്നെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് കരുതി നായകൻ അവനെ കൂടെ കൂട്ടിയിരുന്നില്ല. അവനെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഹീറോ ബേസ് ക്യാമ്പിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഹീറോ പറയുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ ഹീറോയെ ഷൂട്ട് ചെയ്ത് ഹീറോ ബേസ് ക്യാമ്പിലേക്ക് പോകുകയും ബാക്കിയുള്ളവർ മരിച്ചുപോയി എന്നൊക്കെ കള്ളം പറയുന്നു. എന്നാൽ അവൻ പറഞ്ഞ കള്ളം അപ്പോൾ തന്നെ അവർ കയ്യോടെ പിടിക്കുന്നു. എന്നിട്ട് മിലിറ്ററി കമാൻഡർ ഹീറോയോട് പറയുന്നു, ഞങ്ങൾ ഇവിടെ വന്നിട്ട് വർഷങ്ങളായി. ഞങ്ങൾ മെല്ലെ മെല്ലെ ഈ ലോകത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ പ്ലാൻ പ്രകാരം മനുഷ്യർക്കിടയിൽ ഏലിയൻസിനെ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു പുതിയ ലോകം ഞങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് മിലിറ്ററി കമാൻഡർ പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നായകനെ പട്ടാളക്കാർ പിടിച്ചൊരു റൂമിലടയ്ക്കുന്നു. ഇതേ സമയം നമ്മുടെ നായിക അവളുടെ അനുജനെ കണ്ടുപിടിക്കാനായി ഈ മിലിറ്ററി ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു. അവൾ കുട്ടികൾക്കുള്ള ടോക്കൺ എടുത്ത് ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം കുട്ടികൾക്ക് ചെയ്ത പോലെ ടെസ്റ്റുമൊക്കെ ഇവൾക്കും ചെയ്യുന്നു. അതുകൂടാതെ നേരത്തെ വന്ന കുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ നായികയോടും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏലിയൻസിനെ നമുക്ക് ഒരുമിച്ച് നേരിടാം, നിങ്ങളാണ് ഇനി ഈ ഭൂമിയുടെ ഭാവി, നിങ്ങളാണ് ഇനി ഏലിയൻസിനെ കൊല്ലാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മുടെ നായികയോടും പറയുന്നുണ്ട്. എന്നാൽ നായികയ്ക്ക് അറിയാം ഇതൊക്കെ കളവാണെന്ന കാര്യം. അങ്ങനെ ടെസ്റ്റുകൾ ചെയ്യുന്നതിനിടയിൽ നായിക ആ ലേഡി ഓഫീസറിനെ ആക്രമിക്കുന്നു. അതിനുശേഷം അവരെ മർദ്ദിച്ച് നിലത്തിടുന്നു. എന്നിട്ട് ആ ലേഡി ഓഫീസറിന്റെ യൂണിഫോം ധരിച്ച് അവളുടെ അനുജനെ അന്വേഷിച്ച് അവൾ വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം നമ്മുടെ നായകൻ അവനെ പൂട്ടിയിരുന്ന സ്ഥലത്തു നിന്നും അവിടെ ഉണ്ടായിരുന്നവരെ അടിച്ചിട്ട് അവിടെ നിന്നും അവൻ രക്ഷപ്പെടുന്നു. ഇങ്ങനെ രണ്ടുപേരും പോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. രണ്ടുപേരും ഒരാളെയാണ് അന്വേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അവർ രണ്ടുപേരും നായികയുടെ അനുജനെ അന്വേഷിച്ചു പോകുന്നു. അപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ഇവാൻ വരുന്നത്. അവൻ വന്നയുടനെ പറയുന്നു, ഇനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, കാരണം അവർ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. ഇതും കേട്ടത് നായിക ആകെ ടെൻഷൻ ആവുന്നു. എന്നിട്ടും അവൾ അവളുടെ അനുജനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾ അവളുടെ അനുജനെ കണ്ടെത്തുന്നു. എന്നിട്ട് അവനെയും കൂട്ടി നായകനും നായികയും പുറത്തേക്ക് രക്ഷപ്പെടുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പുറത്ത് കടന്നപ്പോൾ തന്നെ ബേസ് ക്യാമ്പ് തകരുന്നു. അതിനിടയിൽ കമാൻഡർ കൂട്ടരും രക്ഷപ്പെട്ടിരുന്നു. ബോംബ് പൊട്ടിത്തെറിക്കുന്ന കൃത്യസമയത്ത് നായകന്റെ ടീം അവിടെ എത്തുന്നു. അതായത് നേരത്തെ നായകന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ടീം. അവർ വന്ന് നായകനെയും നായികയും അവളുടെ അനുജനെയും രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അവര് സേഫായി ഒരു സ്ഥലത്തെത്തി ഫുഡൊക്കെ കഴിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അവരൊരു തീരുമാനമെടുക്കുന്നു. ഏലിയൻസിന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുള്ള കുട്ടികളെ രക്ഷിക്കും, അവരെ കുരുതി കൈ വിട്ടുകൊടുക്കില്ല, നമ്മുടെ ഫ്യൂച്ചർ അത് നമ്മുടെ കയ്യിലാണെന്ന്. ഈ ഒരു സീനോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ ഇതൊരു നോവലിനെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണെന്ന് പറഞ്ഞുവല്ലോ. ഈ നോവലിന്റെ 2 ഭാഗങ്ങൾ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഉള്ളത്. ഭാവിയിൽ ആ നോവലുകളും എന്തായാലും സിനിമയായി പുറത്തു വരുമെന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. ഈ സിനിമ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ വിവരണവും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സഹകരിക്കുക. നന്ദി.